നമ്മുടെ ഫസ്റ്റ് ഡിസൈൻ ഇതാ കേട്ടോ. ഇതിങ്ങനെ ഫുൾ സ്റ്റോൺ AD സ്റ്റോൺ തന്നെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ നമുക്ക് ഇതിങ്ങനെ അകത്തുകയും അടുപ്പിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അളവിന്റെ പ്രശ്നമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കാം. ഇതിങ്ങനെ ഇട്ടിട്ട് നമുക്കൊന്ന് അടുപ്പിച്ച് വിട്ടാൽ മതി. നമ്മുടെ കൈയുടെ അളവിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുന്ന ഒരു ഐറ്റം കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡിസൈൻ വരുന്നത്. ഫുൾ AD സ്റ്റോൺ ആട്ടോ. അപ്പോൾ ഇത് പിന്നെ ഡെയിലി യൂസ് ചെയ്യരുത്. കാരണം ഒന്നാമത്തെ കയ്യിൽ കിടക്കുന്ന ഐറ്റം ആയതുകൊണ്ട് പെട്ടെന്ന് ഒരയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് മാത്രം ഫംഗ്ഷനൊക്കെ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. പിന്നെ ആ ഒരു സ്റ്റോണിന്റെ എടുപ്പ് അത്രയുണ്ട് കേട്ടോ. നല്ല രസമാണ് സ്റ്റോൺ കാണാനായിട്ട്. ഫുൾ AD സ്റ്റോൺ ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു തിളക്കവും കാര്യങ്ങളൊക്കെ ശരിക്കും ഗോൾഡിന്റെ അതേ രീതിയിൽ തന്നെ നിന്നോളും. അപ്പോൾ ഫസ്റ്റ് ഡിസൈൻ ഇതാ കേട്ടോ. അപ്പം ബാർകോഡ് കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ഏതാണോ അപ്പോൾ അത് സെലക്ട് ചെയ്യുമ്പം ആ ഒരു ബാർകോഡ് ക്ലിയർ ആയിട്ട് കാണുന്ന രീതിയിൽ തന്നെ ഫോട്ടോ എടുക്കാൻ ശ്രദ്ധിക്കുക. പറ്റുന്ന പോലെ ഞാൻ വെബ്സൈറ്റിലും ഫോട്ടോ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അളവ് നോക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അളവ് കുറവ് മതിയെങ്കിൽ കുറച്ച് അടുപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ കുറച്ച് അകത്തി ഇട്ടാൽ മതി. അപ്പോൾ ഇതാണ് ഇതിന്റെ ഫസ്റ്റ് ഡിസൈൻ. ഇതിന്റെ നമ്പർ വരുന്നത് P464, റേറ്റ് 280 280. നമ്മുടെ അടുത്ത ഡിസൈൻ ഇതാ കേട്ടോ. ഇതുപോലെ ഒരു ലെയറിൽ സ്റ്റോണും ഒരു ലെയർ സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു കയർ ചെയിൻ ഒക്കെ വരത്തില്ല എന്ന് പറഞ്ഞിട്ട് ഡിസൈനാണ്. കുഞ്ഞായിട്ട് ഇതാണ് ഡിസൈൻ വരുന്നത്. ഇത് കാണാൻ നല്ല രസമുള്ള ഐറ്റം കേട്ടോ. അത്യാവശ്യം ഇങ്ങനെ വീതിക്ക് കിടക്കുന്ന ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇത് നോക്കാം. അപ്പോൾ ഇതിന് ബാക്ക് സൈഡിലാണ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇവിടെ വെച്ചിട്ട് നമുക്ക് ഒത്തിരി അളവ് വേണ്ടാന്നുണ്ടെങ്കിൽ വലുതാണെങ്കിൽ ഇതിങ്ങനെ അടുപ്പിച്ചിട്ടാൽ മതി. ഇഷ്ടമുള്ളത്ര അടുപ്പിക്കാം. ഞാൻ കാണിക്കാം. ഇതുപോലെയാണ്. ഇതുപോലെ അടുപ്പിച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ കൈക്ക് വണ്ണമുള്ളതാണെങ്കിൽ കുറച്ച് അകന്ന് കിടക്കും എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ വലിയ പ്രശ്നമില്ല. നമുക്ക് അളവിന്റെ ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ രണ്ടാമത്തെ ഡിസൈൻ ഇതാ കേട്ടോ. കാണാമല്ലോ അല്ലേ? ഇതാണ് രണ്ടാമത്തെ ഡിസൈൻ വരുന്നത്. നമ്പർ ഒന്ന് പറയാവേ. നമ്പർ ഞാൻ പറയുന്നത് നോക്കണ്ട. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. നമ്പർ P463, വെയിറ്റ് സെയിം ആണ് 280. നമ്മുടെ അടുത്ത ഡിസൈൻ ഇതാ കേട്ടോ. ഇതൊരു നമ്മുടെ ലവിന്റെ ആ ഹാർട്ട് ഷേപ്പ് തന്നെ, പക്ഷെ കുറച്ച് നീണ്ട ഹാർട്ടാണെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഇട്ട് കാണിക്കാം. ഇതിന്റെ ബാക്ക് സൈഡ് തന്നെയാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമുക്കിങ്ങനെ അകത്തിയിട്ട് അളവ് വലിയതാക്കണമെങ്കിൽ വലിയതാക്കാം. ഇതുപോലെ വരും. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇതാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. ഇതിന്റെ എല്ലാം റേറ്റ് ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ. ഇച്ചിരി ഈ ഒരു സൈഡിൽ കുറച്ചുകൂടി ഇങ്ങനെ 2 ലെയർ ആയിട്ട് കുറച്ച് വീതിയുള്ള ടൈപ്പ്, ഒത്തിരിയല്ല ശകലം. നമ്പർ P462. അപ്പോൾ ഇതിന്റെയും പ്രൈസ് സെയിം ആണ് 280. നമ്മുടെ അടുത്ത ഡിസൈൻ ഇതാ കേട്ടോ. ഇതൊരു ക്രൗൺ ഷേപ്ഡ് ഡിസൈൻ എന്ന് പറയാം. 1 ലെയറിൽ ഇതുപോലെ ഫുൾ സ്റ്റോണ്, പിന്നെ ആ ഒരു സെക്കൻഡ് ലെയറിൽ ആ ഒരു ഡിസൈൻ കൊടുത്തിട്ട് താഴത്തേക്കൂടെ കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെയും ബാക്ക് സൈഡിൽ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാത്രമാണ് ഞാൻ ഈ ഓൺലൈൻ കാണിക്കുന്നത്. കാരണം അതാവുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഒരു സൈസിന്റെ കാര്യത്തിൽ ടെൻഷൻ വേണ്ടല്ലോ എന്ന് ഓർത്താണേ. ഇത് ഊരിയും കൂടെ കാണിക്കും. സോറി, ഇത് പറയാൻ വരുന്നത് നല്ല ഡിസൈൻസ് ആട്ടോ എല്ലാം. ഇത് ഇച്ചിരി ഒരു വീതിക്ക് ഇടുന്നവരാണെങ്കിൽ ഇതെടുത്തോ. അങ്ങനെ ഭയങ്കര വീതിയല്ല, ഒരു ശകലം ഒരു വെറൈറ്റി ഡിസൈനാണ്. എല്ലാത്തിനും ഇങ്ങനെ ബാക്ക് സൈഡിൽ തന്നെയാണ് കേട്ടോ. ചിലതിനേ ഉള്ളൂ. ഞാൻ ഫസ്റ്റ് കാണിച്ച ഡിസൈൻ ഫ്രണ്ട് പോർഷനിലായിരുന്നു. അങ്ങനെയുള്ളത് ഞാൻ എടുത്ത് പറയാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിന്റെ പാറ്റേൺ വരുന്നത്. നമ്പർ P461, റേറ്റ് 280. അടുത്ത നല്ല അടിപൊളി ഡിസൈൻ ആട്ടോ. നല്ലൊരു ഹാർട്ട് ഷേപ്പ് ഡിസൈനും പിന്നെ എൻ്റെ 1 സൈഡിൽ ഒരു സ്റ്റോണുമാണ് കൊടുത്തേക്കുന്നത്. ഇത് ഫ്രണ്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ നമുക്ക് ആ ഒരു അകത്താൻ പറ്റുന്ന രീതിക്ക് വന്നേക്കുന്നത്. ഇത് ഈ ഒരു പോർഷനിൽ നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് അകത്തിയിട്ട് ഊരിയെടുത്താൽ മതി. നമ്മുടെ കൈയുടെ വണ്ണത്തിനനുസരിച്ച് ഇങ്ങനെ അടുപ്പിച്ചിട്ടാൽ മതി കേട്ടോ. ഇതുപോലെ അടുപ്പിക്കാം, ഇതുപോലെ അകത്താം. നല്ല രസമുണ്ട് കാണാൻ. നല്ല ഫുൾ സ്റ്റോൺ ആട്ടോ. ഇത് നമ്മൾ ശരിക്കും ഗോൾഡിന്റെ അതേ ലുക്ക് തന്നെയാണ്. അത് സ്റ്റോണൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന അത്ര ഫിനിഷിംഗ് ഉള്ള സ്റ്റോൺ ആയതുകൊണ്ടാണ്, AD സ്റ്റോൺ തന്നെ ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു റേറ്റ്. എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കാൻ പറയത്തില്ല കേട്ടോ. ഇത് ഫംഗ്ഷൻ ബേസ്ഡ് ആയിട്ട് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. പ്രത്യേകിച്ച് മോതിരം അത്രയും നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു ഐറ്റമാണ്. അത് അടിപൊളിയാട്ടോ. മോതിരം ഭയങ്കരമായിട്ട് നല്ല ഇഷ്ടമുള്ളവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് മാറിയൊക്കെ ഇടാൻ ഒത്തിരി നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. കാണാമല്ലോ അല്ലേ? ഇതിൻ്റെ നമ്പർ വരുന്നത് P459, റേറ്റ് വരുന്നത് സെയിം 280. നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ കയറുപിരി വരത്തില്ലേ എന്ന് പറഞ്ഞ പോലത്തെ ഒരു പാറ്റേൺ ആണ്. അതായത് ഇങ്ങനെ പിരിഞ്ഞു വരുന്നതിൻ്റെ അകത്ത് ഒരെണ്ണത്തിന് സ്റ്റോൺ ഉണ്ട്, ഒരെണ്ണത്തിന് സ്റ്റോൺ ഇല്ല. ഒത്തിരി വീതിയായിട്ട് ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് നല്ല കേട്ടോ. ഇതാണ് ഡിസൈൻ. ഇടയ്ക്ക് ഇങ്ങനെ അടുപ്പിച്ച് കാണിക്കുമ്പോൾ ഫോക്കസ് ആവുന്നത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ നോക്കിയാൽ മതി. 1 ലെയറിൽ സ്റ്റോൺ ഉണ്ട്, 1 ലെയറിൽ സ്റ്റോൺ ഇല്ല. അങ്ങനെയാട്ടോ അതിൻ്റെ ഡിസൈൻ പോയേക്കുന്നത്. ഇത് ബാക്ക് സൈഡിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വരുന്നത്. ഇതുപോലെയാണേ. ഇത് കയ്യിലിട്ട് കാണിക്കാം കേട്ടോ. ഈ രീതിയിലാണ്. അപ്പോൾ ഇച്ചിരി ഉരുണ്ട് കിടക്കും. ഉരുണ്ട ടൈപ്പ് ഒരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. ബാക്കിയൊക്കെ സെയിം ആട്ടോ. ശരിക്കും ഗോൾഡിന്റെ അതേ കളറും നല്ല ഒരു ക്ലാരിറ്റിയും ആ ഒരു ഫിനിഷിങ്ങും ഒക്കെ അതുപോലെ തന്നെയുണ്ട്. ഇതിന് നമ്പർ P455, റേറ്റ് വരുന്നത് 280. അടുത്ത ഡിസൈൻ നല്ലതാട്ടോ. എനിക്ക് തോന്നുന്നു ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടൊരു പാറ്റേൺ ആണ് ഇതൊക്കെ. ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. ഫ്ലവർ പോലത്തെ ഡിസൈൻസിന്റെ ഒരു പ്രത്യേക ഭംഗിയായിട്ട് നമ്മുടെ കയ്യിൽ ഇട്ട് കാണുമ്പം. അപ്പം ഇതിനും
മുമ്പേ ഞാൻ ഈ ഒരു പാറ്റേൺ കാണിച്ചിട്ടുണ്ടല്ലോ, അത് ഹാർട്ട് ഷേപ്പും ഒരു സ്റ്റോണും ആയിരുന്നു. ഇതിലൊരു ഫ്ലവറും പ്ലസ് സ്റ്റോൺ, അങ്ങനെയാണ് ഇതിൻ്റെ കോമ്പിനേഷനെ. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഇങ്ങനെ അടുപ്പിച്ചിട്ടേക്കുന്ന കേട്ടോ, നല്ല കൈവണ്ണുറക്കവും പറ്റും. കാരണം ഇതിങ്ങനെ അകത്തിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം കൈക്ക് നല്ല വിരൽ നല്ല വണ്ണം ഉള്ളവർക്കാണല്ലോ ഇതിങ്ങനെ അകത്തിയിടാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇട്ടപ്പോൾ എനിക്ക് ഇച്ചിരി വലിപ്പം കൂടുതൽ തോന്നിയുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഇത്രയായി. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ നമുക്ക് എങ്ങനെ ഇട്ടാലും ഓരോരോ ഡിഫറെൻറ്റ് ലുക്ക് കിട്ടും കേട്ടോ. ഇത് ഞാൻ ഊരിങ്ങളെ കാണിക്കാം. ഇതിൻ്റെ വേറെ വ്യത്യാസമില്ല, ഫ്രണ്ട് പോർഷനിൽ നിന്നാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇതുപോലെ നല്ലൊരു ഫ്ലവറിൻ്റെ ഡിസൈൻ, പിന്നെ ഒരു സ്റ്റോണിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നമ്പർ P460, റേറ്റ് സെയിം തന്നെ 280. നമുക്ക് നെക്സ്റ്റ് വരുന്ന കുറച്ചുകൂടെ ഒരു വീതിയുള്ള ടൈപ്പ് മോഡലാണ് കേട്ടോ. പക്ഷെ നല്ല സ്റ്റോൺ ആണ്. ഇങ്ങനെ ഒരു ബട്ടർഫ്ലൈ പോലത്തെ ഡിസൈനാണ് കൊടുത്തേക്കുന്നത്, 2 ബട്ടർഫ്ലൈ ഇരിക്കുന്ന പോലെ. എന്നിട്ട് ആ 2 ലെയറിലും ഫുള്ള് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ അടുപ്പിക്കുമ്പോൾ ഇച്ചിരി ഫോക്കസ് ആകുന്ന കേട്ടോ, നിങ്ങൾക്ക് ഇച്ചിരി ക്ലാരിറ്റി കുറയുന്നത്. ഊരി കാണിക്കാം. ഇതാണ് ഡിസൈൻ വരുന്നത്. അത് കുഞ്ഞു സ്റ്റോൺ ആയതുകൊണ്ട് കറക്റ്റ് അതിൻ്റെ ഒരു ഭംഗി കിട്ടണില്ല. തിരിച്ചു പിടിക്കാതെ ഇതുണ്ട്, ബട്ടർഫ്ലൈ 2 ഇരിക്കുന്ന പോലെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിനും ബാക്ക് സൈഡിലാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് കൈ ഒത്തിരി മെലിഞ്ഞവരാണെങ്കിൽ ഇതിങ്ങനെ ഒരു സൈഡിലോട്ടാക്കിയിട്ട് നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കിങ്ങനെ കയറ്റിയിടാൻ പറ്റും. അല്ലെങ്കിൽ ഇത്രയത്തിൽ, അല്ലെങ്കിൽ കൈ വണ്ണം കൂടുതലുള്ളവരാണെങ്കിൽ ഇങ്ങനെ അകന്നിച്ചിട്ട് കിടക്കും. ബാക്ക് സൈഡിൽ അങ്ങനെ ഇത് വൃത്തികേടൊന്നുമില്ല, അങ്ങനെ അറിയാൻ പാകത്തിനില്ല. ഇതുപോലെ അകന്ന് കിടന്നാലും ഈ ഒരു രീതിയിലാണ് കിടക്കുന്നത് കേട്ടോ. ഇതിൻ്റെ നമ്പർ പറയാം, P458, റേറ്റ് 280. നമ്മുടെ ലാസ്റ്റ് ഐറ്റം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മോഡലാട്ടോ. എനിക്ക് തോന്നുന്നു മിക്കവർക്കും ഈ ഒരു ഐറ്റത്തിൻ്റെ ഗോൾഡും കാണും. ഇങ്ങനെ ഒരു ഹാർട്ട് ഷേപ്പ് ഡിസൈൻ എല്ലാവരും തന്നെ ഡയമണ്ടിൽ എടുക്കുന്ന ഒരു ഐറ്റമാണ്. ആ രീതി തന്നെ ചെയ്തേക്കുന്ന ഒരു മോതിരം കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫ്രണ്ട് പോർഷനിൽ നിന്ന് അതിൻ്റെ ഭംഗി പോകാതെ നല്ല രസമായിട്ട് തന്നെ നിൽക്കും കേട്ടോ. ഫുൾ സ്റ്റോൺ ഇങ്ങനെ വെച്ചേക്കുന്നതുകൊണ്ട് നല്ല രസമുള്ള ഒരു മീഡിയം സൈസേ ഉള്ളൂ, ഒത്തിരി വലുപ്പവും ഇല്ല, എന്നാൽ തീരെ പൊടിയുമല്ല, കറക്റ്റായിട്ട് നിൽക്കുന്ന ഒരു സൈസാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് P457, റേറ്റ് സെയിം തന്നെയാണ് കേട്ടോ. എല്ലാത്തിനും 280 ആണ്. ഞാൻ പറഞ്ഞ പോലെ ഡെയിലി യൂസ് ചെയ്തത്. ഇത് ഊരി വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി വരുന്ന കേട്ടോ, ഫംഗ്ഷൻ ബേസ്ഡ് ആയിട്ട് മാത്രം ഉപയോഗിക്കാം. മോതിരം വേണ്ട നമ്മൾ പ്രത്യേകം അങ്ങനെ എടുത്ത് പറയുന്നത്. അപ്പോൾ ഇത് വേണ്ടവർ നമ്മൾ സൈറ്റിൽ കയറി നോക്കിയാലും ഇതിൻ്റെ ഫോട്ടോസ് കാണാൻ പറ്റും. അടുത്ത വീഡിയോ കാണാം.